സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത 9 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. ശനിയാഴ്ച അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ രീതിയിലുള്ള മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ മഴ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഉമേഷ്? രജിത്ത്, മഴ വീണ്ടും സജീവമാവുകയാണ്. മൺസൂൺ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമാകുന്നു. ബംഗാൾ ഉൾക്കടലിൽ, പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇവിടെയെല്ലാം സ്വാധീനത്തിൻ്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ വ്യാപക മഴ ലഭിക്കും. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെയും ഈ സമാനമായ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. മറ്റന്നാൾ കുറച്ചുകൂടി മഴ ശക്തമാകും. മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കോട്ടയം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച ഓറഞ്ച് അലേർട്ട് 4 ജില്ലകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ശനിയാഴ്ച റെഡ് അലേർട്ടിന് സമാനമായ എക്സ്ട്രീംലി ഹെവി റെയിൻ അഥവാ അതിതീവ്ര മഴ 2 ജില്ലകളിൽ ലഭിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അതുകൂടാതെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്തായാലും ഇന്നു മുതൽ മഴ വീണ്ടും സജീവമാവുകയാണ്. മൺസൂൺ കൂടുതൽ ശക്തമാവുകയാണ്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഴ വീണ്ടും ശക്തമാകുന്നു. 9 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.